നല്ലൊരു എന്റർടൈൻമെന്റ് മൂവി തന്നെയാണ് നോവോക്കിൻ. ഒരിക്കലും ബോറടിപ്പിക്കാതെ ജസ്റ്റ് നമുക്ക് ആ ഒരു സിനിമയുടെ ഫ്ലോക്ക് അനുസരിച്ച് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സ്റ്റോറി ടെല്ലിങ്ങും അതുപോലെ ആ സിനിമയുടെ ആ ഒരു മെയിൻ കാസ്റ്റിന്റെ പെർഫോമൻസും ഒക്കെ തന്നെയാണ് ഈ സിനിമയുടെ മെയിൻ പോസിറ്റീവ്സ്. കാരണം ഈ സിനിമയുടെ ട്രെയിലർ നമ്മൾ കാണുമ്പോൾ തന്നെ ഇതിന്റെ സ്റ്റോറി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ എവിടെയും അധികം ബോറടിപ്പിക്കാതെ വലിയ ലാഗൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ സിനിമയുടെ സ്റ്റോറി പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ജാക്ക് വേഡിന്റെ ആ ഒരു നാഥൻ കെയ്ൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ഡിസബിലിറ്റി, വേദന ഇല്ലാത്ത ആ ഒരു ഡിസബിലിറ്റീനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആൾക്ക് നേരിടേണ്ടി വരുന്ന ചില ഇഷ്യൂസ് അതെങ്ങനെ ആൾ ഫേസ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു സ്റ്റോറി ടെല്ലിങ് നല്ല രീതിയിൽ തന്നെ അവര് നമ്മളെ പിടിച്ചിരുത്തുന്ന പോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഗെയിം കളിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ റോം ചെയ്തിട്ട് ഇങ്ങനെ എന്ത് മിഷൻസും സെലക്ട് ചെയ്യാവുന്ന ഒരു വീഡിയോ ഗെയിം നമ്മൾ കളിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈവൻ GTA പോലുള്ള ഗെയിം നമ്മൾ കളിക്കുമ്പോൾ നമുക്കറിയാം ഏത് മിഷൻസും നമുക്ക് സെലക്ട് ചെയ്യാം. ഈവൻ അതിലിപ്പോൾ നമ്മളൊരു കാർ പിക്ക് ചെയ്തിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ചില എന്താ പറയാ, അങ്ങനെ പാളിപ്പോകുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ട്. അങ്ങനെ അങ്ങനെ കുറെ നല്ല മൊമെന്റ്സ് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഒരു പോയിന്റിൽ തന്നെ ഒരു വീഡിയോ ഗെയിം കളിക്കുന്ന ആ ഒരു എന്താ പറയാ, ഒരു ഗെയിം ആണോ എന്ന് തന്നെ തോന്നിപ്പോകുന്ന നല്ല പോലെ തന്നെ പോകുന്ന ഒരു സിനിമ തന്നെയാണ്. ആൻഡ് അത് തന്നെയാണ് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ആ ഒരു ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആളുടെ ഒരു ഡേ ടു ഡേ റൂട്ടീൻ തൊട്ട് ആൾക്ക് എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നു, ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സ്റ്റോറി പാറ്റേണും അതുപോലെ ആ ഒരു സിനിമയുടെ പോക്കും അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പിടിച്ചിരുത്തിയത്. എൻ്റെ ഒരു ഫൺ ആക്ഷൻ എന്റർടൈനർ കാണാനുള്ള ഒരു തെരച്ചിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടുനോക്കുക. പടം ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. സോ പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക.